സാധാരണ നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ആർക്കിടെക്റ്റിനെ കാണുന്നു, പ്ലാൻ വരയ്ക്കുന്നു, പ്ലാനൊക്കെ റെഡി ആയതിൻ്റെ ശേഷമാണ് കുറ്റിയടിക്കുന്ന സമയത്തായിരിക്കും സാധാരണ ഒരു ഇങ്ങനെ നോക്കുന്ന ഒരാൾ കാണുക. അപ്പോൾ അവർ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറയും, അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും, ഇത് ശരിയല്ല അത് ശരിയല്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മാറ്റാൻ പറയും. അപ്പോൾ ആ ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഈ വീടിൻ്റെ ഉടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൈനൽ പ്ലാൻ ആവാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടാവും. ആ പരിഗണനകളൊക്കെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇല്ലാതാവും. അവരത് മാറ്റാൻ പറഞ്ഞ് പിന്നെ അത് ആർക്കിടെക്റ്റിന് ഹെർട്ടാവും. നിങ്ങൾക്കാണെങ്കിൽ ഇതെന്തെങ്ങനെ, പക്ഷേ പ്രായമുള്ളവർ ഇയാൾ പറഞ്ഞ് എന്തായാലും കേൾക്കണം എന്ന് പറയും. അപ്പോൾ പിന്നെ അവിടെ കൺഫ്യൂഷനായി, ഇങ്ങനെ വിശ്വാസത്തിന് തന്നെ അതെല്ലാം നമുക്ക് പരിഗണിക്കണം എന്നുള്ള കാര്യങ്ങൾ പോലും പലപ്പോഴും നമ്മൾ പരിഗണിക്കാതെ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇവർ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യും. അപ്പോൾ നമുക്കത് ചിലപ്പം ഒത്തുപോകാനൊക്കെ പറ്റാം, അതുകൊണ്ട് ശരിയായില്ല, നമ്മൾ വിചാരിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ അതിന് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാവുമ്പം നമുക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ വീട് ചെയ്യാൻ നമ്മളൊരു സ്ഥലം കണ്ടെത്തി. ഒരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് വീട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ പോലത്തെ ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുക. അതിൽ നമ്മളിപ്പം എങ്ങനെ ഒരു വീട് ചെയ്യാം, ഇതിലെന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ഇപ്പോൾ ഫ്രണ്ട് പടിഞ്ഞാറെന്നാണെങ്കിൽ അതിൻ്റെ കിച്ചൺ ഏത് ഭാഗത്ത് വരണം, ഏതൊക്കെ ഭാഗത്ത് ബാത്റൂം പരിഗണിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്നിട്ട് നിങ്ങളൊരു പ്ലാൻ വരയ്ക്കാൻ, ഇപ്പോൾ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കും. അതല്ല നിങ്ങളൊരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പ്ലാൻ വരയ്ക്കുക. എന്നിട്ട് അത് നമുക്കൊന്ന് വന്ന് കാണിക്കുക. നമ്മളോട് ഓക്കെ പറഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു ദിവസം കുറ്റിയടിക്കാം. ഇതാണ് നമ്മളെ രീതി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് അത് ഫൈനൽ ആയതിൻ്റെ ശേഷം ആണ് നമ്മൾ സ്ഥലത്തേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ നമുക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഞാനെങ്ങനെ എന്നെ ഒരാൾ കുറ്റിയടിക്കാൻ വിളിച്ചാൽ നമ്മൾ പോയി കുറ്റിയടിച്ച് വരുന്ന പരിപാടിയില്ല. നമ്മൾ അവരോട് പറയലും, ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ആക്കിയെങ്കിൽ പോലും ആ പ്ലാനും സ്ഥലവും കണ്ടതിന് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്തിയതിന് ശേഷം നമുക്ക് ഓക്കെ ആണെങ്കിൽ ഒരു ദിവസം വന്ന് കുറ്റിയടിക്കാമെന്ന് പറയാം. അല്ലെങ്കിൽ വേറെയും പ്രശ്നങ്ങൾ, നമ്മൾ കുറ്റിയടിക്കുന്ന സമയത്ത് നമുക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതപ്പോൾ നോ പറയാനോ അല്ലെങ്കിൽ അപ്പോൾ അവിടെ വെച്ചിട്ട് ആളുടെ ഒരു സംസാര വിഷയമാക്കാനോ പറ്റില്ല. എന്നാൽ തന്നെ നമ്മൾ ഇനി എത്ര പ്ലാൻ കറക്റ്റാക്കി കൊണ്ടുപോയാൽ പോലും ചില കാരണവന്മാരും ഇവരൊക്കെ ചിലപ്പോൾ അവിടെ വെച്ചാണ്ട് തന്നെ പ്ലാനിനെ അങ്ങനെ ആക്കിക്കൂടെ അങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല രീതി എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരാളെ കൊണ്ടുവന്ന് അത് കൃത്യമായിട്ട് നോക്കി അവരും കൂടി ഇൻവോൾവ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് വളരെ സുഖമായിരിക്കും.